ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, ജഡി, നമ്മളെക്കാൾ മുമ്പ് ഒരു ജേർണലിസ്റ്റ് മേനോന്റെ വിവരങ്ങൾ അറിയുന്നുണ്ട്. ആരാണ് സർ? ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാം. ട്രൈ ടു ഫൈൻഡ് ഹിം. നമുക്ക് അയാൾ ഉപകാരപ്പെടും. സർ. ഓക്കെ. എത്തിയോ? എത്തി സാർ. എന്തായാലോ കേസിന്റെ കാര്യം? സാർ, ഞാൻ അന്വേഷിച്ചു സാർ. അത് പ്രതി പറഞ്ഞ സത്യോ? അതാ വക്കീലിന്റെ പണിയാ. എനിക്കത് തോന്നിയിരുന്നു. അതാ തന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത്. ആ, തനിക്കാവുമ്പോ നാട്ടുകാരോട് സംസാരിച്ച് വിവരങ്ങൾ തേടിയെടുക്കാൻ നല്ല മിടുക്കാണല്ലോ. താങ്ക് യു സാർ. പക്ഷെ അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇത്ര താമസം പാടില്ല. അത് പിന്നെ വീട്ടിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ സാർ. ഓക്കെ ഓക്കെ, ശരി. ചെല്, ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. അല്ല സാറേ, സാർ എന്തിനീ കൊച്ചുകുട്ടിയിൽ മൊബൈലിൽ കളിക്കുന്ന കളിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കുട്ടികൾ കളിക്കുന്ന ഗെയിമോ? ആ, ഈ സിനിമയുടെ പേരും പാട്ടിന്റെ വരിയും സ്ഥലപ്പേരും ഒക്കെ വെച്ച് കളിക്കുന്ന കളി. ആണോ? എന്നാ പിന്നെ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് തനിക്ക് നോക്കി പറയാമോ? മയില്, ആട്, കൈ. സാറേ, ഇതിപ്പോ പാട്ടാണോ അതോ സിനിമ പേരാണോ? അതെനിക്കങ്ങനെ അറിയാം, താൻ പറയേ. ഇതിലിപ്പോ കൈകൂപ്പുന്ന അണ്ണാൻ മല. ചേടാ, ഇതിപ്പോ എന്താണാവോ? സാറേ സാറേ, ഇത് ചിലപ്പോ സ്ഥലപ്പേരാണെങ്കിലോ? നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയുണ്ട്, പിന്നെ മയിലാടുംതുരയുണ്ട്. സാറേ, എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ പേര് ഏതോ മലയാളി എഴുതിയതാണെന്ന്. ഓക്കെ സാർ, എന്നാ ഞാൻ പോട്ടെ. ഹലോ ജഡി. സർ, അതുപോലെ തന്നെ ചെയ്യാം സർ. ഞങ്ങൾ ആ രീതി തന്നെ നോക്കാം സർ. ശരി സർ. എന്താ ജഡി? ജോർജ് സാറ് ഒരു സിമ്പിൾ മെത്തേഡില് ക്രാക്ക് ചെയ്ത ചില ഫൈൻഡിങ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ അത്? We will definitely catch him. ഹലോ ജഡി. സർ, സാർ തന്ന ഇൻഫർമേഷൻ തികച്ചും ശരിയായിരുന്നു. അവർ ആ സ്ഥലങ്ങൾ തന്നെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. ഓക്കെ, ഞങ്ങള് തമിഴ്നാട് പോലീസിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് സർ. ഗുഡ്. ഇത് അവിടെ കൊണ്ട് നിർത്തണ്ട. അവരെ മറ്റെന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഷുവർ സർ. ഓക്കെ. അധോലോക സംഘങ്ങളിൽ പ്രധാനിയായ മേനോൻ എന്നറിയപ്പെടുന്ന മലയാളി തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ പദ്ധതിയിടുന്നതായി വിവരം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന അധോലോക സംഘാംഗമാണ് ഇയാൾ. പോലീസിന്റെ കയ്യിലോ ഇന്റലിജൻസിന്റെ കയ്യിലോ ഇയാളെ കുറിച്ചുള്ള ഒരു രേഖകളും ഇല്ല എന്നാണ് അറിയുന്നത്. വെറും ഒരു വിളിപ്പേരിൽ ഒരു സാമ്രാജ്യം ഭരിക്കുന്ന മേനോന്റെ മുഖംമൂടി വലിച്ചു കീറി ജനസമക്ഷം കൊണ്ടുവരുമെന്ന് സത്യവാർത്ത എന്ന ന്യൂസ് ബ്ലോഗിലൂടെ അജ്ഞാതനായ ഒരു ജേർണലിസ്റ്റ് കുറിച്ചിരിക്കുന്നു. സത്യവാർത്ത. സർ, ജഡി, നമ്മളെക്കാൾ മുമ്പ് ഒരു ജേർണലിസ്റ്റ് മേനോന്റെ വിവരങ്ങൾ അറിയുന്നുണ്ട്. ആരാണ് സർ? ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാം. ട്രൈ ടു ഫൈൻഡ് ഹിം. നമുക്ക് അയാൾ ഉപകാരപ്പെടും. സർ. ഓക്കെ. നമ്മൾ വിചാരിക്കുന്നത്ര ഈസിയായി ആ ജേർണലിസ്റ്റിനെ കണ്ടെത്താൻ പറ്റില്ല. അതെ, അയാൾ ബ്ലോഗുകൾ പോസ്റ്റ് ചെയ്യുന്നത് പല പല ഐഡികളിൽ നിന്നാണ്. ആരും അയാളെ ട്രാക്ക് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ മെയിനോന്റെ ആൾക്കാര് അയാളെ ഇപ്പൊ കൊന്നിട്ടുണ്ടാവും.
അത് ശരിയാ. നമുക്ക് മറ്റേ ജേർണലിസ്റ്റ് സഞ്ജയ് വഴി ഒന്ന് ശ്രമിച്ചാലോ? ആ അത് നല്ലൊരു വഴിയാണ്. അക്ഷരയും ഗോകുലും സഞ്ജയെ കണ്ടെന്ന് സംസാരിക്കണം. അയാള് വിചാരിച്ച ആളെ കണ്ടെത്താൻ സാധിക്കും. ശരി, ഞങ്ങൾ പോവാം. ഉം. ശ്രീരാമനമ്പടി വന്ന വൈകിളി പെണ്ണേ, ശ്രീരാമചരിതം ചൊല്ലിടുമടിയാതെ പണിയിടുക നാരകമേ അവന്മേ പണിമാതാവേ. ഹലോ, അതെല്ലാം ഞാൻ ഫൈനൽ ചെയ്തല്ലേ. പിന്നെന്താ അതിലൊരു കൺഫ്യൂഷൻ? ആര് പറഞ്ഞു? പല്ലവിയോ? ശരി, എനിക്കൊന്ന് അയക്കാം, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താ മോളെ, എന്താ പറ്റി? നിശ്ചയത്തിന് ഇടാൻ കൊടുത്ത ഡിസൈനിൽ പല്ലവിയുടെ ഡ്രസ്സ് മാറ്റി വേറെ ഡിസൈൻ വേണമെന്ന് അവള് പറഞ്ഞു. പല്ലവി കൊടുത്ത ഡിസൈൻ ഇപ്പൊ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയിച്ചിടാനുള്ള ഡ്രസ്സൊക്കെ അവരെന്നു തരുമെന്നാ പറഞ്ഞത്? 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഓ, വെച്ച് താമസിപ്പിക്കാതെ വേഗം തരാൻ പറയണം. ഇട്ട് നോക്കിയാലേ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റൂ. ഓൾട്രേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സമയം വേണ്ടേ? നമ്മൾ ആണുങ്ങൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ലല്ലേ ഏട്ടാ? അതെ, കാണാൻ കൊള്ളാവുന്നതാവണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. എത്ര സെലക്ഷൻ ഉണ്ടെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാ ഈ സഹദേവേട്ടൻ. സെലക്ട് ചെയ്യുമ്പോ ഏറ്റവും നല്ലത് തന്നെ സെലക്ട് ചെയ്യണ്ടേ അച്ഛാ? ആ അത് ശരിയാ. എന്നെ അങ്ങനെ സെലക്ട് ചെയ്തതല്ലേ നിന്റെ അച്ഛൻ? മനുഷ്യനല്ലേ, ഇടയ്ക്കൊക്കെ തെറ്റ് പറ്റാം. ആ അല്ലേ മോളെ? പല്ലവി, ഒന്നിങ്ങി വന്നേ. ഇതാണോ നീ സെലക്ട് ചെയ്ത് മാറ്റാൻ കൊടുത്ത ഡിസൈൻ? ഒന്ന് നോക്കി. ഇരിക്ക്. ദാ നോക്ക്. അതെ, ചേച്ചി സെലക്ട് ചെയ്തത് പഴയ രീതിയിലുള്ളതാ. അതൊക്കെ ഇട്ട് ഞാൻ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സ് കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതൊക്കെ ഒരാളുടെ ഇഷ്ടവും കംഫർട്ടും ഒക്കെ നോക്കി തന്നെയാ. പക്ഷെ നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആവുമ്പോ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനില്ലേ? അത് ശരിയാ മോളെ. കാലം മാറിയെങ്കിലും നമ്മൾ നമ്മളെ രീതികൾ മാറ്റണമെന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഉപദേശിച്ച് എന്റെ മനസ്സ് മാറ്റാനൊന്നും നോക്കണ്ട. എന്തൊരു കഷ്ടോ ഇത്! ഇഷ്ടമുള്ള ഒരു ഡ്രസ് ഇടാൻ പോലും ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലേ?